മജ്നൂന്റെ പ്രണയം. രചന മെല്ലി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഉമ്മ, അവളുടെ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്ത് വരുതെന്നോ എന്നെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ? ആദം അതും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. ആരാ ആദം? വിജയിച്ച ഭാഗത്താലെ നൂറ ചോദിച്ചു. ഉമ്മയാണ് നിനക്ക് കേട്ടൂടെ? ആദം കാർ വീട്ടിലേക്ക് തിരിച്ചു. സോറി ആദം, ഞാൻ എല്ലായിടത്തും വിലയില്ലാത്തവളാണല്ലോ. സങ്കടം അഭിനയിച്ചുകൊണ്ടിരുന്നു നൂറ. നൂറ പ്ലീസ്, നീ ഒന്നും മിണ്ടാതിരിക്കുമോ? ആർക്കും എൻ്റെ അവസ്ഥ മനസ്സിലാവില്ല. ആദമിന്റെ സ്വരമിടറി. ആദം, ഞാൻ സോറി ആദം, ഞാൻ മനഃപൂർവ്വം വിഷമിപ്പിച്ചല്ല. ആദമിന് പറയാൻ വാക്കുകളുണ്ടായിരുന്നില്ല. അവന് മാനസികമായി തളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഉമ്മ, ഭക്ഷണം ആക്കി കഴിക്കാൻ വരി. പുഞ്ചിരിച്ചുകൊണ്ട് അമ്ത പറഞ്ഞു. മോളെ ഹാദു, മോൾക്ക് ഉമ്മയോട് ദേഷ്യമുണ്ടോ? റബ്ബേ, എന്തിനാ ഉമ്മ? മോളെ ജീവിതം കൂടി ഉമ്മ വലിച്ചിട്ടില്ലേ? ഉമ്മാന്റെ സ്വന്തം ഇഷ്ടങ്ങൾക്കായിട്ട് മോള് ബലിയാടായില്ലേ? കരച്ചിലിനെ നിയന്ത്രിച്ചുകൊണ്ട് നിസാന ചോദിച്ചു. ഒരിക്കലും ഇല്ലമ്മ, ആ നഗരത്തിൽ നിന്ന് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ? ആദ്യമായിട്ട് 3 നേരം ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ലേ? ഒരാൾ ഉപയോഗിച്ച നാശായല്ലാതെ ഡ്രസ്സ് ഞാൻ ഉപയോഗിക്കുന്നില്ലേ? ആരെയും പേടിക്കാതെ ഉറങ്ങുന്നില്ലേ? ഇതെല്ലാം കാരണം ഉമ്മയല്ലേ? തികഞ്ഞ നന്ദിയോടെ കണ്ണീരാൽ ഹംദ പറഞ്ഞു. എന്നാലും മോളെ, ഉമ്മ വന്നേ ചൂടാറും. ആ ഒരു സന്തോഷത്തോടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. മോളിന് ഇത്തിരി റെസ്റ്റ് എടുത്തോ കേട്ടോ, പുഞ്ചിരിച്ചുകൊണ്ട് നിസാന പറഞ്ഞു. മുറിയിലേക്ക് കയറിയതും നല്ല മുല്ലപ്പൂക്കളുടെ സുഗന്ധം അവൾ പൊതിഞ്ഞു. ബാൽക്കണിയിലേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടു താൻ നട്ട റോസാപ്പൂക്കളും മുല്ലപ്പൂക്കളും എല്ലാം വിടർന്ന് സുഗന്ധത്തെ തനിക്കായി നീട്ടുന്നു. ഹംദയുടെ ചുണ്ടിൽ പുഞ്ചിരി പൊട്ടി. കുറച്ചു നേരത്തെ കാറ്റ് അവൾ ഓർമ്മകളിലേക്ക് എത്തിച്ചു. ദത്തുപുത്രിയായി സ്വന്തം കുടുംബത്തിൽ താമസിച്ചിരുന്ന കാലത്ത് ഓർമ്മകളിലേക്ക് അവൾ സഞ്ചരിച്ചു. നീ വെറും വേലക്കാരി ആ സ്ഥാനത്ത് നിന്നാ മതി. ആ വാക്കുകൾ ഹംദയ്ക്ക് മുന്നിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഒരുപാട് യാതനകൾ അനുഭവിച്ച കാലത്താണ് അപ്രതീക്ഷിതമായി ഉമ്മയെ കാണുന്നത്. ഡി, പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിട്ട് വാ, ശർവ കൽപ്പിച്ചു. എന്ത് സാധനം? നിനക്കെല്ലാം വിശദീകരിച്ച് തരണോടി. ഞാൻ കുറച്ച് സ്നാക്സ് വാങ്ങും വേഗം. സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് പോകുമ്പോഴാണ് വഴിയിൽ ഒരു ഉമ്മ ഒരുപാട് കിതക്കുന്നത് കാണുന്നത്. ഉമ്മ, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മരുന്ന്. ആ ഒരു നിലത്ത് വീണിടുന്ന ബാഗ് ചൂണ്ടിക്കാണിച്ചു. ഞാൻ എടുത്തു തരാം. ഹംദ വേഗം ബാഗിനരികെ ചെന്ന് മരുന്ന് നൽകി. അവർ ഇത്തിരി ആശ്വാസം തോന്നിയതും റബ്ബിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാഹ്. മോളുടെ പേരെന്താ? ആറ് വാത്സല്യത്തോടെ തിരക്കി. ഹംദ ഹക്കീം, വടക്കോട്ട് ഹക്കീമിന്റെ. ആറ് പരിചയത്തോടെ ചോദിച്ചു. മോളാ? പുഞ്ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. നല്ല മോളാട്ടോ. ഉമ്മ, എന്നാ ഞാൻ ചെന്നോട്ടെ? ധൃതിയോടെ അവൾ ചോദിച്ചു. അവർ പുഞ്ചിരിയോടെ തലയാട്ടി സമ്മതം നൽകി. നിസാന? ആരിത് ഹിനത്തെയോ? പുഞ്ചിരിയോടെ തൻ്റെ ബാബി അവർ സ്വീകരിച്ചു. ഞാൻ ഇന്നൊരു മോളെ കണ്ടടി. ബാബിക്ക് ഇഷ്ടമായ ഒരാളോ? ഒരത്ഭുതമാണല്ലോ. ഹിന വഴിയിൽ നിന്ന് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞു. ഹക്കീമിന് 2 മക്കളുണ്ടോ? അവർ ആലോചിച്ചു. അവരൊരു കുട്ടീനെ ദത്തെടുത്താന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഹിന പറഞ്ഞു. കേട്ടിട്ട് നിസാനയ്ക്ക് ഇഷ്ടവും സഹതാപവും തോന്നി. നമുക്ക് ആദമിനൊന്ന് ആലോചിച്ചാലോ? നിസാന പറഞ്ഞു. എനിക്കും തോന്നുന്നു, നല്ല മോളാ. ഹീന അത് ശരിവെച്ചു. അതിന് അവൻ സമ്മതിക്കുകയോ? കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞിരിക്കല്ലേ? 100 അവസരത്തിനായി കാത്തിരിക്കുക. കഷ്ണം പോലെ ഡ്രസ്സ് ഇട്ട് വരുന്ന അവൾ എനിക്ക് ഇബ്രാഹിം കുടുംബത്തിൽ വേണ്ട. ഒന്നുമില്ലെങ്കിൽ സംസാരെങ്കിലും അവൾക്ക് നന്നാക്കി കൂടെ? അവൾ ആദമിനെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല, ഹിന പറഞ്ഞു. അവൻ്റെ ഉമ്മയായ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവൻ്റെ എതിർപ്പ് എനിക്ക് കാണണം. ഒരു വാശിയിൽ നിസാനെടുത്ത തീരുമാനം 2 ജീവിതത്തെ മാറ്റിമറിച്ചു. പറ്റില്ല, ഇവൾക്ക് ഇത്രയും നല്ല കുടുംബത്തിൽ നിന്ന് ഞാൻ സമ്മതിക്കില്ല, ഷെർവാസൂയയുടെയും ദേഷ്യത്തോടെയും പറഞ്ഞു. എൻ്റെ ബിസിനസ്സിനെ ബാധിക്കുന്ന കാര്യം ഇത് നടന്ന എത്ര ലാഭം എനിക്കുണ്ടാവും? ഇബ്രാഹിം മുബാറക്ക് നേരിട്ട് എന്നോട് ചോദിക്കുന്നത് ഞാനീ നടത്തും, ഹക്കീം ഉറപ്പിച്ച് പറഞ്ഞു. അങ്ങനെ പെട്ടെന്നുണ്ടായിരുന്നൊരു വിവാഹമായിരുന്നല്ലോ തൻ്റേത്. ആദമിന്റെ പെരുമാറ്റത്തിൽ തന്നെ മനസ്സിലായിരുന്നു ഇഷ്ടത്തോടെയല്ലായിരുന്നു വിവാഹമെന്ന്. ലുക്ക് ഹംദ ഹക്കീം, എനിക്ക് ഈ മാരേജിനോട് താല്പര്യമില്ല. കൃത്യം 1 ഇയർ, അത് കഴിഞ്ഞാൽ ഡിവോഴ്സ് സൈൻ ചെയ്ത് പൊക്കോണം. ഞാൻ നിന്റെ കാര്യത്തിലോ നീ എൻ്റെ കാര്യത്തിലോ ഇടപെടാൻ പാടില്ല. കല്യാണം കഴിഞ്ഞ ആദ്യ ദിനം ഇതായിരുന്നു സംഭാഷണം. പുതിയ ജീവൻ കിട്ടിയ എല്ലാ സന്തോഷവും ഹംദയിൽ ഉണ്ടായിരുന്നു. ആലോചനകളിൽ കുടുങ്ങിയിരുന്നപ്പോഴായിരുന്നു ഹംദ റൂം തുറക്കുന്ന സൗണ്ട് കേട്ടത്. ആദം മുറിയിലേക്ക് കയറി. Where is my dress? ഞാനത് അലക്കാൻ വേണ്ടി. ഹംദയ്ക്ക് ഭയം തോന്നി. Who the hell are you to touch my things? ആദം ഹംദയ്ക്ക് നേരെ അലറി. ഞാൻ അത് കണ്ടോണ്ട്. ഹംദ കരച്ചിലിന്റെ വക്കിലെത്തിയിരുന്നു. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്റെ സാധനങ്ങൾ എടുക്കരുതെന്ന്. ആദം ദേഷ്യപ്പെടുമ്പോൾ നിസാന ഉമ്മ അഥവാ തന്റെ അമ്മായിയമ്മ പറഞ്ഞ് ആലോചിക്കുകയായിരുന്നു ഹംദ. മോളെ, എന്റെ മോനായതുകൊണ്ട് പറയല്ല, നീ എത്ര താഴ്ന്നു കൊടുക്കുന്നോ അവൻ അത്രയും നിന്റെ തലയിൽ കയറി നിരങ്ങും. നീ എന്നോട് എന്ത് കുറുമ്പിയ? അവനെ പേടിക്കേണ്ട ആവശ്യമില്ല.
മതി ബ്ലാബ്ലാ പറഞ്ഞ്. ഞാൻ അഴുക്കളഞ്ഞ് നിങ്ങളുടെ ഡ്രസ്സ് പഴയ പോലെ വേണം, അത്രയല്ലേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് ആദ്യമായി പ്രതികരിച്ച ഹംദയെ കണ്ട് ആദം അമ്പരന്നു. അവൻ മിണ്ടാ നിന്നു. പടച്ചോനെ കാത്തോണേ. നോക്കേണ്ട, ആത്മയാണ്. ഹംദ മുറിയിലേക്ക് പോയി ഡ്രസ്സ് എടുത്ത് വന്ന് ബാൽക്കണി വഴി നിലത്തേക്ക് ഒരു ഏറ് കൊടുത്തു. ആദ്യം ആദം എന്തോ പോയ എന്തോ ആയെങ്കിലും പിന്നെ ഒരു അലറലായിരുന്നു. ഞാൻ നിങ്ങൾ പറഞ്ഞേ ചെയ്തിട്ടുള്ളൂ. അടുക്കളയിലേക്ക് ഒരു ഓട്ടമായിരുന്നു. അടുത്ത ദിവസം ഹംദ ഉറക്കലിൽ നിന്നപ്പോൾ ഫോൺ അടിക്കുന്നത് കേട്ടു. സോഫയിൽ നിന്ന് എണീറ്റ് ബെഡിൽ കിടക്കുന്ന ആദമിനെ അവൾ നോക്കി. നെറ്റിയിലേക്ക് മുടി വീണ് കിടക്കുന്നുണ്ട്. നിഷ്കളങ്ക തോന്നിക്കുന്ന മുഖം. നല്ല ഉറക്കിലാണ്. മുഖത്ത് മാത്രമേ ഉള്ളൂ, സ്വഭാവം കണ്ട കൊക്കയിലേക്കിടാൻ തോന്നും. കിടക്കുന്നുണ്ടില്ലേ? അതെ, ഫോൺ റിങ്ങിന്ന്. അതെ, എണീക്ക് ആദം, എണീക്ക്. എവിടെ? നോ റെസ്പോൺസ്. ഹംദ കോൾ എടുത്തു. ആദം, ഗുഡ് മോർണിംഗ്. പടച്ചോനെ, ഒരു പെൺശബ്ദം. ആദം എഴുന്നേറ്റിട്ടില്ല. ഹംദ പറഞ്ഞു. നീ ആദമിന്റെ അടുത്ത്? നൂറ് ദേഷ്യത്തിലായിരുന്നു. ഞാൻ റിങ് കണ്ടോണ്ട് ആദ്യം എണീറ്റിട്ട് വിളിക്കൂട്ടോ. ഹംദ നെടുവീർപ്പെട്ടു. കുറച്ച് സമയത്തിന് ശേഷം, ഹംദ മോളെ, ആദം വിളിക്കുന്നുണ്ടല്ലോ. ആവുമ്മ, പോയിട്ട് വരാം. ലേ മനസ്സ്, നിന്റെ മയ്യത്ത് റെഡിയായി ഹംദ. ദേ ചെല്ല്. എന്താ? നീ എന്തിനാണ് നൂറയുടെ കോൾ അറ്റൻഡ് ചെയ്ത്? ആദം അലറി. ഹംദക്ക് ഉറപ്പായി എരിയും പുളിയും പഞ്ചസാരയും നൂറ ചേർത്ത് പറഞ്ഞെന്ന്. അവള് മിണ്ടിയില്ല. ഇപ്പോ ഈ നിമിഷം ഇറക്കി വിടുന്നു. ഗെറ്റ് ഔട്ട്. ആദം, ഞാൻ വേണ്ട, ഇങ്ങോട്ടൊന്നും പറയണ്ട. ഹംദ ഇറങ്ങി അടുക്കളയിലേക്ക് പോയി. ഉമ്മ, ഞാൻ കടയിൽ നിന്ന് ഇത്തിരി സാധനം വാങ്ങി വരാം കേട്ടോ. സൂക്ഷിക്കണേ ആദു. ഹംദ അങ്ങാടിയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നടന്നു. പിന്നെ പറയുമ്പോ ഇറങ്ങിപ്പോ ഞാൻ പൂച്ച അല്ലേ പിന്നെ. പിറുപിറുത്തുകൊണ്ട് ഹംദ നടന്നു. എന്നാൽ ഹംദയുടെ ദിനങ്ങൾ എണ്ണപ്പെടാൻ പോകുന്ന സന്തോഷത്തിലായിരുന്നു ശർവ. മോനെ ആദം. എന്തോ ഉമ്മ? ഹംദ രാവിലെ പോയിട്ട് ഇത്ര നേരമായിട്ടും വന്നിട്ടില്ല. സാധനം വാങ്ങാൻ പോയതാ, നീ ഒന്ന് പോയി നോക്ക്. ആദമിന്റെ മനസ്സിലൊരു മിന്നൽ പിണർപ്പ് പോയി. രാവിലെ പറഞ്ഞ ഓർമ്മ വന്നും അവൻ തലയിൽ കൈവച്ചു. അവൾ ഇവിടെ തന്നെ ഉണ്ടാവുമെന്നാണ് അവൻ വിചാരിച്ചത്. യാ റബ്ബേ, അവൾക്കൊന്നും സംഭവിക്കരുതേ. ആദം വണ്ടിയെടുത്ത് വേഗത്തിൽ പോയി. അവന്റെ കണ്ണുകൾ റോഡിൽ എല്ലായിടത്തും ഹംദക്കായി തിരഞ്ഞു. നിരാശയായിരുന്നു ഫലം. അവൻ ഹംദയുടെ വീട്ടിലേക്ക് പോയി. അവിടെ അവൾ ഉണ്ടായിരുന്നില്ല. ആദമിന് ഭ്രാന്ത് പിടിക്കുന്നതായി തോന്നി. അന്ന് അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം അവൻ പോലീസിൽ പരാതി കൊടുക്കാൻ പോയി. ഞാനും വരുന്നു, നൂറ പറഞ്ഞു. എടാ റോയ്, ആരിത്? ആദമോ? എന്താ മോൻ ഈ വഴിയൊക്കെ? അല്ല, ഇതാണ് നിന്റെ വൈഫ്? ആദമിന്റെ പോലീസ് സുഹൃത്ത് ചോദിച്ചു. നൂറയ്ക്ക് സന്തോഷം തോന്നി. അവൾ ആദമിന് അരികെ നിന്നു. എടാ, നീ എന്നെ ഒന്ന് സഹായിക്കണം. ആദമിന്റെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. എന്താണ് പ്രശ്നം? നീ മനുഷ്യരെ പേടിപ്പിക്കല്ലേ? എടാ, എന്റെ ഹംദ, അതായത് എന്റെ വൈഫ്, അവളെ നേരത്തോട്ട് കാണാനില്ല. ഹംദയോടുള്ള ആദമിന്റെ സ്നേഹം നൂറയിൽ ദേഷ്യം വർദ്ധിപ്പിച്ചു. അവൾക്ക് അടിച്ചമർത്താൻ ശ്രമിച്ചു. നീ പേടിക്കേണ്ട ആദം, ശക്തമായി തന്നെ നമുക്ക് ശ്രമിക്കാം. ആദം അവിടെ നിന്ന് ഇറങ്ങി. ആദം, എനിക്ക് നിന്നോട് സംസാരിക്കണം, നൂറ പറഞ്ഞു. ലീവ് മീ അലോൺ. കുറച്ച് സമയത്തിന് ശേഷം, മോനെ എന്തായടാ? നിറഞ്ഞ കണ്ണുകളാൽ നിസാന ചോദിച്ചു. എനിക്കറിയില്ല ഉമ്മ, എവിടെയാ ഞാൻ ഇനി നോക്കേണ്ടെന്ന്. ആദം നിസ്സായാവസ്ഥയിൽ ചോദിച്ചു. അവർക്ക് ഉത്തരവുണ്ടായിരുന്നില്ല. അന്നത്തെ ദിവസം അവിടെ ആരും ഭക്ഷണം കഴിച്ചില്ല. അപ്പോഴായിരുന്നു എത്രമാത്രം ഹംദയുടെ സ്വാധീനം ആ വീട്ടിലുണ്ടെന്ന് മനസ്സിലാക്കിയത്. അവൾ വളർത്തിയ പൂക്കൾ പോലും അവൾക്കായി കാത്തിരുന്നു. മറ്റൊരിടം. ഹലോ മേഡം, ഇതുവരെ അവൾ ഉണർന്നിട്ടില്ല. ആ ഇഞ്ചക്ഷൻ കൊടുക്കട്ടെ? ആയിട്ടില്ല, ഉണർന്നിട്ട് മതി. അവരുടെ കോൾ അവസാനിച്ചു. ഞാൻ അനുഭവിക്കാത്ത ജീവിതം നീയോ അനുഭവിക്കേണ്ട ഹംദ. അവൾ പൊട്ടിച്ചിരിച്ചു. ഹംദയെ കാണാതായ 3-ാം ദിവസം. മോനെ, നമ്മളോട് ആദ്യമോളെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞ് വിളിച്ചു. അവളെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ അമ്മ? അതിനെക്കുറിച്ച് സംസാരിക്കാനാണെന്ന്. ആദ്യം വേഗം തിരക്കിറങ്ങി. അവിടെ ചെന്നപ്പോൾ ആരോടോ ഫോണിൽ സംസാരിക്കുന്ന ഹക്കീമിനെയാണ് കണ്ടത്. ബോഡിനെ തിരിച്ചറിയാനല്ലോ സാർ, കൺഫേമാ. അയാൾ താല്പര്യമില്ലാതെ പറഞ്ഞു. അപ്പോഴാണ് ഹക്കീം ആദമിനെയും നിസാനെയും കാണുന്നത്. നിങ്ങൾ ധൃതി പിടിച്ച് വരണ്ടായിരുന്നല്ലോ, ഞാനെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്, ഹക്കീം ബഹുമാനത്തോടെ പറഞ്ഞു. എന്ത്? നിസാന ഭയപ്പെട്ടു. ഹംദയുടെ ബോഡി കിട്ടി, ഒരു റെയിൽവേ ട്രാക്ക്. ഹക്കീം പറഞ്ഞു പൂർത്തീകരിക്കും മുമ്പ് ആദം അലറി. എനിക്കിപ്പോഴും അവളുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്റെ പെണ്ണിനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, അവിടെ വളർത്തുപ്പയാണെന്ന് ഞാൻ നോക്കില്ല. ഹക്കീമിനോട് വിരൽ ചൂണ്ടി താക്കിയതോടെ ആദം പറഞ്ഞു. അപ്പോഴേക്കും എന്റെ മോളെ എന്ന് പറഞ്ഞ് നിസാനെ കരഞ്ഞിരുന്നു. ബോഡി കാണിക്കാൻ അവരകത്തേക്ക് കൊണ്ടുപോയി. ആദമിന് തന്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. താൻ അടുപ്പം കാണിച്ചിരുന്നില്ലെങ്കിലും അവളുടെ കുസൃതികൾ നോക്കിക്കണ്ടും മറ്റും ആസ്വദിക്കുകയായിരുന്നു. ആദം ബാലൻസ് ചെയ്ത് അകത്തേക്ക് കയറി. ഒരു ഭാഗത്തെ ശരീരവും മുഖവും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഒരു ശരീരം അവിടെ ഉണ്ടായിരുന്നു. ഹംദ, നോ! ആദം കരഞ്ഞുപോയി. അവൻ അവളെ വാരിപ്പുണരുന്നുണ്ടെങ്കിലും ഒരടി മുന്നോട്ട്
ആദ്യം ഞാൻ സത്യമാണ് പറഞ്ഞേ. എനിക്കന്ന് സാധനങ്ങൾ വാങ്ങാൻ പോയത് മാത്രമേ ഓർമ്മയുള്ളൂ. ഇന്ന് ഉണർന്ന് ഞാൻ പോകൊണ്ട് അവ്യക്തമായി കണ്ട ഗോഡലിൽ നിന്ന് പുറത്തു കിടന്നു. നമ്മുടെ വീട് വരെ പുകയാൽ മുങ്ങിയിരുന്നു. എനിക്ക് പോലും എന്നെ വിശ്വസിക്കാനായില്ല. വീട്ടിൽ വന്നപ്പോൾ ഇതൊക്കെയാ. ഞാൻ വിളിച്ചിട്ട് പോലും ഒരാളും എന്നെ കാണുന്നില്ല, നീ ഒഴികെ. ആദം ഞെട്ടില്ലായിരുന്നു. ആദം, ഒരാഴ്ച മാത്രമേ എനിക്കിവിടെ കഴിയൂ. ദൈനംദിനം ഞാൻ തളർന്നുകൊണ്ടിരിക്കുക. 7-ാം നാളും എൻ്റെ ശരീരം കണ്ടെത്തിയില്ലെങ്കിൽ പൂർണ്ണമായും തളർന്ന് ഞാൻ മരിച്ചു പോകും. ഹംദയുടെ കണ്ണുനീർ തുള്ളികൾ ഒഴുകിക്കൊണ്ടിരുന്നു. ആദം ഹംദയെ വലിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഹംദ വീണ്ടും പറഞ്ഞു, ആരോ എന്നെ തട്ടിക്കൊണ്ടുപോയി. എൻ്റെ ശരീരത്തിൽ ഊർജ്ജം ശേഖരിച്ചുകൊണ്ടിരിക്കുക. ആദമിന്റെ മുഷ്ടികൾ മുറുകി. അവനെ ഏതവനാലും വെറുതെ വിടില്ല ഞാൻ. എന്റെ നെഞ്ചിൽ പ്രാണനുള്ള കാലം നിന്നെ ഞാൻ സംരക്ഷിച്ചിരിക്കും. നിനക്കൊന്നും വരാൻ ഞാൻ അനുവദിക്കില്ല. ഇങ്ങേർക്ക് എന്നോട് ഇത്രയൊക്കെ സ്നേഹം ഉണ്ടായിരുന്നോ? വാദം, താഴേക്ക് പോവാം. ഹംദ ആദമിന്റെ കൈകൾ പിടിച്ച് താഴേക്ക് ഇറങ്ങി. തങ്ങളുടെ കൈകൾ കോർത്തിരിക്കുന്ന കണ്ട ആദത്തിന്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. താഴെയെല്ലാവരും ആദത്തെ അതിശയത്തോടെ നോക്കി. പോകുമ്പോൾ കണ്ട ആദത്തെ അല്ലായിരുന്നു വരുമ്പോൾ അവർ കണ്ടത്. തീർത്തും ശാന്തമായ മുഖം. ആദമിനെ കണ്ടതും ശർവ അവനടുത്തേക്ക് പോയി. ആദം, സാരമില്ല, ദീദി പോയതിൽ എനിക്ക് വിഷമമുണ്ട്. അവൾ കണ്ണീരൊടിച്ച് വെടിപ്പായി അഭിനയിച്ചു. അവളോട് എങ്ങനെ അടുത്തുനിന്നാലേ നിങ്ങളെ ഞാൻ കൊല്ലും, ഉറപ്പാ. അവിടെ ഒരു ദീദി വിളി. ജീവിച്ചിരുന്നപ്പോൾ വേലക്കാരുടെ വില പോലും തരാത്തവളാ തിമിർത്ത് അഭിനയിക്കുന്നത്. ഹംദക്ക് ആലിളകി. തന്റെ ചിരി കടിച്ചു പിടിച്ച് നിൽക്കാൻ കഷ്ടപ്പെടുകയായിരുന്നു ആദം. ആദം, ഉമ്മ കരയണു. ഹംദ നിസ്സായതയോടെ പറഞ്ഞു. ഉമ്മ, ഹംദ തിരിച്ചു വരും. ആദം ഉമ്മയുടെ കൈകൾ കവർന്ന് പറഞ്ഞു. എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? എല്ലാം വേദന ഉമ്മാക്ക് മനസ്സിലാവും. നിസാരക്ക് ആദം പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും ആശ്വാസം തോന്നി. അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്തതായിരുന്നു ഹംദയുടെ മരണവാർത്ത. ഹക്കീം, എന്ത് തിരക്കാ നിനക്ക്? എന്റെ ഭാര്യ മരിച്ചെന്ന് വരുത്തി തീർക്കാൻ. ഇവിടെ നിർത്തിക്കോ. അവളുടെ മിസ്സിംഗ് കേസിന് പിറകിൽ നീയോ നിന്റെ കുടുംബമാണെന്ന് ഞാൻ അറിഞ്ഞ ഒരു താക്കീതോടെ ആദം പറഞ്ഞു. ശർവ ഉൾഭയത്തെ പുറത്തു കാട്ടാതെ ഇരുന്നു. ആദം ഉമ്മയെ കൂട്ടി വീട്ടിലേക്ക് പോയി. എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്ന ആദം? ഒന്നുമില്ലമ്മ, ഹംദ തിരികെ വരും, ഞാൻ ഉറപ്പിരുന്നു. ഉമ്മ കുറച്ച് ദിവസം തറവാട്ടിൽ പോകണമെന്ന് പറഞ്ഞില്ലേ? അബ ബിസിനസ് ട്രിപ്പിലല്ലേ? ഉമ്മ തറവാട്ടിലേക്ക് പോയിക്കോളൂ. ഹംദയെ ചോദിച്ചാൽ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. തനിക്കൊരു മാറ്റം വേണമെന്ന് അറിയുന്ന നിസാരം സമ്മതിച്ചു. ഉമ്മ പോയപ്പോഴാണ് തൻ്റെ ലോകം ഉമ്മയും ഹംദയും ഇല്ലാതെ അപൂർണമാണെന്ന് മനസ്സിലാക്കിയത്. ആദം, എനിക്ക് വിശക്കുന്നു. അല്ല, നീ തിന്നാൻ വേണ്ടി മാത്രം ജനിച്ചാണോ? എൻ്റെ രാവിലെയുള്ള ഫുഡ് വരെ നീ തിന്നില്ലേ? ആദം കിളി പോയി ചോദിച്ചു. എനിക്ക് വിശക്കണമെന്ന്. ആ, ഞാൻ കുറച്ച് ഫുഡ് ഐറ്റംസ് വാങ്ങി വരാം. ഞാനും വരണോ? ആദമിന്റെ ഫോൺ അപ്പോൾ റിങ് ചെയ്തു. ഹലോ ആദം. എന്താ നൂറ? അത്യാവശ്യമായിട്ട് അമ്മയെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. ഫ്രീ ആവുമോ? യെസ്, ലെറ്റ്സ് മീറ്റ് ദി കോഫി ഷോപ്പ്. ഓക്കെ ഓക്കെ ആദം, ബൈ, സീ യു സൂൺ. ആദം ഫോൺ കട്ട് ചെയ്തു. ഞാനും വരാം നിങ്ങളുടെ കൂടെ. ഹംദ മുഖം കൂട്ടി. ഞങ്ങളുടെ പേഴ്സണൽ ടോക്കാണ്. ആദം ചിരി മറച്ചു പിടിച്ച് ഹംദയുടെ മുഖത്തേക്ക് നോക്കി. ഓ, ഞാൻ കട്ടുറുമ്പാവില്ല, ഞാൻ പോണ്. പെണ്ണേ. ആദം പിറകെ ചെന്നു. ധൈര്യം ഉണ്ടെങ്കിൽ പിടിക്കാൻ വാ. ഹംദ ഓടി പുറകെ അവനും. എന്താ നൂറെ കാണണമെന്ന് പറഞ്ഞ് ആദം ചോദിച്ചു. തൊട്ടരികെ ഹംദയും ഉണ്ട്. ആദം, ഹംദനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്. ആദമും ഹംദയും തമ്മിലെ ജീവിതം എത്രത്തിലാണെന്ന് അറിയാൻ വേണ്ടി നൂറ പറഞ്ഞു. മനസ്സിലായില്ല, വാട്ട് യു മീൻ? ആദം പല്ലിറുമി ദേഷ്യം അമർത്തി. അവൻ ഹംദയെ ചെറുതായി നുള്ളി. ഇത്രമാത്രം അഭിനയം നീ എവിടുന്ന് പഠിച്ചു എന്ന എക്സ്പ്രഷൻ ആദം ഇട്ടു. ആദം അവളെ കണ്ണുരുട്ടി. നിങ്ങളുടെ സെറ്റപ്പ് കള്ളം പറയാണ്, സത്യമായിട്ട് ഞങ്ങൾ തമ്മിൽ അറിയില്ല. ആദമിന് നൂറെ സംശയം തോന്നി. അവൻ പുഞ്ചിരിച്ചു. ആഹാ, അവള് പറഞ്ഞിരുന്നോ? അവളത്തുള്ള നിമിഷങ്ങൾ ശരിക്കും മിസ് ചെയ്യാൻ എനിക്ക്. ആദം ഹംദയുടെ കുറുമ്പുകൾ ആലോചിച്ച് പുഞ്ചിരിച്ചു. നൂറയ്ക്ക് ഞെട്ടിലും ദേഷ്യം ഒരുമിച്ചുണ്ടായി. ആദം ഹംദയോടടുത്ത് അവൾക്ക് വിശ്വസിക്കാനായില്ല. ഇതാണോ നിനക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ്? അല്ലാതെ ഹംദയെക്കുറിച്ച് വിവരമൊന്നുമില്ലല്ലോ, പേടിക്കണ്ട, എല്ലാം ശരിയാവും. ആശ്വസിപ്പിക്കാനെന്നോണം നൂറ ആദത്തിന്റെ കൈകൾക്ക് മേൽ കൈ പതിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ കൈ പോക്കറ്റിലാക്കി. നൂറ, അനാവശ്യമായിട്ട് എന്റെ ടൈം വേസ്റ്റ് ആക്കിയത്. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പൈസ അയച്ചു തരാം. ഓ, നമ്മൾ ഔട്ട്. ഹംദ കമന്റ് പറഞ്ഞു. ആദം പോകാൻ എഴുന്നേറ്റതും നൂറയും പിറകെ ചെന്നു. കാർ പാർക്കിങ്ങിൽ നിന്നും കാർ എടുത്ത ആദം പുറകിലായി കയറാൻ നിന്ന ഹംദയെ തടഞ്ഞു. ഹലോ മേഡം, വന്ന പോലെ മതി, തിരിച്ചു പോക്ക്. ഹംദ മുമ്പിലിരുന്നു. കാറ് തിരിക്കുമ്പോഴായിരുന്നു നൂറ വിളിച്ചത്. ആദം, എന്നെ ഡ്രോപ്പ് ചെയ്യോ? ഓക്കെ, കയറിക്കോ. മുമ്പിലെ ഡോറിൽ നിന്ന് നൂറയെ തടയുന്ന ആദമിനെ നോക്കി ഹംദ ചോദിച്ചു. അല്ല, ഇവളെ എന്നെ വണ്ടിയിലെത്തിയാണ് കൊണ്ടുവന്ന്? ലുക്ക് നൂറ, ഞാൻ നിന്റെ സ്പോൺസർ രോഗം ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ മാത്രമാണ്. വെറുതെ ആളുകൾക്ക് തെറ്റിദ്ധരിക്കാൻ ഇടവരുത്തത്. ആൻഡ് ഐ എ മാരീഡ് മാൻ. ഡു യു അണ്ടർസ്റ്റാൻഡ്? സോറി. നൂറയുടെ മുഖത്ത് നിരാശയായിരുന്നെങ്കിൽ ഹംദയുടെ മുഖത്ത് 14 രാവിന്റെ ചന്ദ്രന്റെ വെളിച്ചമായിരുന്നു. അപ്പൊ നിങ്ങള് സെറ്റപ്പ് അല്ലല്ലേ ഇവള്? ഹംദ ഉത്സാഹത്തിലായിരുന്നു. ആദം ചിരിയെ മറച്ചു വെച്ച് പതിയെ പറഞ്ഞു.
സ്വന്തമായിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ടാകുമ്പോൾ ഞാൻ എന്തിനാണ് വേറെ എടുക്കുന്നത്? ഹംദയ്ക്ക് സന്തോഷം അടക്കാനായില്ല. എന്നാൽ അതേസമയം തനിക്കിനി ആദമിനെ കാണാൻ കഴിയില്ല എന്ന ഭയമായിരുന്ന ഹംദയ്ക്ക്. നോറയെ ഡ്രോപ്പ് ചെയ്ത് ആദവും ഹംദയും വീട്ടിലേക്ക് പോയി. രാത്രി സമയം. ആദം, എന്താ താനെന്താ ജോലിക്ക് പോകാത്തത്? അത് കുറച്ച് ദിവസം ലീവ് എടുത്തുണ്ട്. നോ മോർ ക്വസ്റ്റ്യൻസ്. തന്റെ ജോലി എന്താ? ബെസ്റ്റ്. ലോകത്തെ കെട്ടിയോന്റെ ജോലി അറിയാത്ത ആദ്യത്തെ ഭാര്യ എന്റെ പൊണ്ടാട്ടി തന്നെ. കളിയാക്കാതെ പറ. ഞാൻ ഡോക്ടറാണ്. എന്ത് ഡോക്ടർ? ക്യാൻസറിന്റെ സ്പെഷ്യലിസ്റ്റാ. അപ്പൊ നൂറക്ക് ക്യാൻസർ ആയിരുന്നു. ആൻഡ് ഓൾസോ ഷീസ് മൈ പേഷ്യൻറ്റ്. ഹംദയ്ക്ക് അത് പുതിയൊരു അറിവായിരുന്നു. ഷീസ് ആൻ ഓർഫൻ. സോ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഹംദ പിന്നീടൊന്നും ചോദിച്ചില്ല. ആദം സോഫയിലും ഹംദ ബെഡിലും കിടന്നുറങ്ങി. 5 ദിവസം പിന്നിട്ടു. ഹംദ ആദമിന്റെ കൂടെ കൂടിയിട്ട് കളിയും ശരിയുമായ അവരുടെ ജീവിതം സഞ്ചരിച്ചു. ഒരു ദിവസം രാവിലെ, ഗുഡ് മോർണിംഗ് വൈഫി. ആ മോർണിംഗ്. ഉറക്കച്ചടവിൽ അവൾ പറഞ്ഞു. ഇരിക്കെ, വന്ന് കഴിക്കാൻ നോക്ക്. ആദം ഉണ്ടാക്കി വെച്ച ഭക്ഷണങ്ങൾ നോക്കിക്കൊണ്ട് പറഞ്ഞു. ടേബിൾ വന്നിരുന്ന ഹംദ പിന്നെയും തലവെച്ച് കിടക്കാൻ തുടങ്ങി. ഞാനിവിടെ ക്ലീനാക്കി വന്നിട്ട് ഒരുമിച്ച് കഴിക്കാം. ആദം വന്ന ശേഷം ഹംദയെ തട്ടി വിളിച്ചു. ഹംദ എഴുന്നേറ്റേ. അപ്പോഴേക്ക് അവൾ അവൻ്റെ കയ്യിലേക്ക് വീണു. ആദം ഹംദയെ എടുത്ത് മുറിയിലേക്ക് ഓടി. ഡോക്ടർ വിളിക്കാൻ ഫോൺ എടുത്തപ്പോഴാണ് കണ്ണാടിയിൽ കാണാൻ കഴിയാത്ത ഹംദയെ അവൻ കണ്ടത്. ആദം ഫോൺ മാറ്റി വെച്ച് ഹംദക്കരികെ ചെന്നു. ഹംദ കണ്ണൂർക്ക്. എന്നാൽ ഉത്തരമില്ലായിരുന്നു. ആദം അടുക്കളയിലേക്ക് ഓടി ഫ്രിഡ്ജിൽ നിന്ന് ഐസ് എടുത്ത് കോട്ടൺ തുണിയിൽ പൊതിഞ്ഞ് ഹംദയുടെ കഴുത്തിലും തലയിലും മാറി മാറി വെച്ചു. അവൾ പതിയെ കണ്ണു തുറന്നു. ആദം. അവൾ കൈകളാൽ അവന്റെ കവിളിൽ തലോടി. പേടിപ്പിച്ചലോടി നീ. ദീർഘശ്വാസത്തിൽ ആദം പറഞ്ഞു. ആദം, എനിക്കിനി നിൽക്കാൻ കഴിയാൻ തോന്നുന്നില്ല. ക്ഷീണത്തോടെ പതിഞ്ഞ സ്വരത്തിൽ ഹംദ പറഞ്ഞു. ആദം അവളെ ചേർത്ത് പിടിച്ചു. എന്തൊക്കെയാണ് നീ പറയുന്നത്? ആദമിന് പേടി തോന്നി. പതിയെ പതിയെ ഹംദയുടെ ശരീരം പൂർണ്ണമായും അവനിൽ നിന്നും മാഞ്ഞുപോയി. ഹംദ, ഹംദ, നോ! ആദമിന്റെ തൊണ്ടയിടറി. 2 നിമിഷം എന്ത് ചെയ്യണമെന്നറിയാൻ നിന്നു അവൻ. നാളെ ആകുമ്പോഴേക്കും അവളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ആദം എന്തൊക്കെയോ തീരുമാനിച്ച് ഉറപ്പിച്ചിരുന്നു. റോയ്, എന്തായി അന്വേഷണം? ആദം, ഞാൻ പരമാവധി നോക്കിയിട്ട് ചെറിയൊരു അടയാളമല്ലാതെ മറ്റൊരു തുമ്പും കിട്ടിയില്ല. എന്ത് ക്ലൂവാണ് നിനക്ക് കിട്ടിയേ? ആദം പ്രതീക്ഷയോടെ ചോദിച്ചു. ആ കടയുടെ CCTV. എന്താണ് നീ ആദ്യം പറയാതിരുന്നേ? ആദ്യം ദേഷ്യത്തിൽ അലറി. എടാ, അതെന്തെങ്കിലും കിട്ടിയിട്ട് പറയാമെന്ന്. വേണ്ട റോയ്, കിട്ടിയതാഴ്ചക്ക് ബാക്കി ഞാൻ നോക്കിക്കോളാം. ആദ്യം CCTV ദൃശ്യങ്ങൾ നോക്കി. ഒരു ബ്ലാക്ക് വാനാണ് ഹംദയെ കോൺഷ്യസ് ആയി കൊണ്ടുപോയത്. ആദം ആ വാനിലെ നമ്പർ നോക്കി. ഏതോ വണ്ടി പോലും ഇല്ലാത്ത ആളുടെ പേരിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. എന്റെ പെണ്ണിന്റെ ജീവൻ തന്നെ വേണമല്ലേ അവന്? ആദം എന്തോ കണ്ടെത്തിയ രീതിയിൽ നിഗൂഢമായി പുഞ്ചിരിച്ചു. ഹംദ കണ്ണുറന്ന സമയം മുഖംമൂടി ധരിച്ചൊരു പെണ്ണിനെയാണ് കണ്ടത്. വാവ്, എഴുന്നേറ്റോ? നീണ്ട 6 ദിവസത്തെ ഉറക്കിൽ അവൾ ചോദിച്ചു. ഹംദ ചുറ്റുപാടും കണ്ട് പേടിച്ചിരിക്കുകയായിരുന്നു. എന്നെന്തിനാ? അവൾ തേങ്ങി. ഒരു ശബ്ദം പുറത്തേക്ക് കേൾക്കാൻ പാടില്ല, അവർ കത്തികൊണ്ട് പറഞ്ഞു. അതെന്താണെന്നറിയോ? അവർ ശേഖരിച്ചു വെച്ച ബ്ലഡ് ബോട്ടിൽ കാണാൻ ചോദിച്ചു. ഹംദയ്ക്ക് ശരീരമാസകലം വേദന വ്യാപിച്ചിരുന്നു. അവൾക്ക് വല്ലാത്ത തളർച്ച തോന്നി. അവൾക്ക് ബോധം വന്നോ? പരിചയമുള്ള ശബ്ദം കേട്ടതും അങ്ങോട്ടേക്ക് തിരിഞ്ഞ ഹംദ ഞെട്ടിത്തെറിച്ചു. ഷർവ, നീ? ഹംദ സ്തംഭിച്ചു പോയി. അതെ, ഞാൻ തന്നെ. മോള് പരലോകത്തേക്ക് പോകാൻ തയ്യാറായിക്കോ? അവളത് പറഞ്ഞപ്പോഴേക്കും മാസ്ക് ധരിച്ച ലേഡി എന്തോ അവളുടെ ശരീരത്തിൽ കുത്തിവെച്ചിരുന്നു. പെട്ടെന്നാണ് ആ ഗോഡൌണിലെ ഷെൽട്ടർ പൊളിയുന്ന ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് തിരിഞ്ഞത്. ആദമും ഹക്കീമും അങ്ങോട്ടേക്ക് വന്നു. അനങ്ങിപ്പോരുത്, റോയ് ഗൺ ചൂണ്ടി പറഞ്ഞു. ആദം ഹംദക്കരികെ ചെന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഹക്കീം ഷർവയുടെ മുഖം മടക്കി ഒന്ന് കൊടുത്തു. എങ്ങനെ കഴിഞ്ഞടി നിനക്ക്? ഇത്ര നെറികെട്ടവളായിരുന്നു എന്റെ മോള്. നിന്റെ ഉമ്മെങ്ങാനും തെറിഞ്ഞ എങ്ങനെ സഹിക്കുടിയാ പാവം? അയാളുടെ കണ്ണുകൾ ദേഷ്യത്തിൽ നിന്ന് നിസ്സാവസ്ഥയിലേക്ക് വീണു. കോൺസ്റ്റബിൾ, ആ മാസ്ക് വലിച്ചളയി, റോയ് പറഞ്ഞു. കോൺസ്റ്റബിൾ മാസ്ക് മാറ്റിയപ്പോൾ കണ്ട കാഴ്ച എല്ലാവരെയും ഞെട്ടിച്ചു. ഹസ്ന? ഹക്കീം ഞെട്ടിത്തെറിച്ചു. എന്നാൽ അവരപ്പോഴും ഹംദയെ പകയോടെ നോക്കിയായിരുന്നു. ആദം അവളെ അവന്റെ ഇരുകരങ്ങൾക്കുള്ളിൽ ഒതുക്കി സുരക്ഷിതമാക്കി. ഹംദയ്ക്ക് അപ്പോൾ വേദനയ്ക്ക് പകരം സുരക്ഷിതത്വം അനുഭവപ്പെട്ടു. അവൾ കൂടുതൽ അവനോട് അടുത്തു നിന്നു. നീ എന്തിനാടി ഹംദ മോളെ? അയാൾ ചോദിച്ചു. അതെ, നിങ്ങളുടെ ഭാര്യ തന്നെ. നിങ്ങൾ കാരണമല്ല. എന്നെ ഈ ശർവമോടി മുമ്പിൽ അഭിനയിക്കല്ലായിരുന്നു നിങ്ങൾ. അവളെ നിങ്ങൾ മകളെ പോലെ കണ്ടില്ലേ? എന്തർഹതയാ ആ ദത്തുപുത്രിക്കുള്ളത്? അതിനപ്പുറം നിങ്ങളുടെ സ്വത്തിന്റെ 90% അവളുടെ പേരിലേക്ക് മാറ്റില്ലേ നിങ്ങൾ? ഞാൻ അറിഞ്ഞില്ലാന്ന് കരുതിയോ? അവള് മരിച്ചാലും എനിക്ക് ആ സ്വത്തെടുക്കാൻ എന്തെങ്കിലും വഴിയുള്ളൂ. അതുകൊണ്ട് തന്നെയാ ഞാനും മോളും നിങ്ങളറിയാതെ ചെയ്ത്. ഹംദ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. ശരീരവും മനസ്സും ഒരുപോലെ നീറിപ്പോവഞ്ഞുകൊണ്ടിരുന്നു. മോളെ, ഉപ്പാക്ക് മാപ്പ് വരണം. മോള് മരിച്ചെന്ന് പറഞ്ഞപ്പോഴും എൻ്റെ ഉള്ളിൽ പോകുകയായിരുന്നു. പിന്നെ ആദമിൻ്റെ കയ്യിൽ നിന്നെ ഏൽപ്പിച്ച് അവനേക്കാൾ എൻ്റെ മോൾക്ക് ചോദിച്ച ആളില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ. ഓർക്കില്ലേ നീ എന്നോട്?
ഹക്കീമിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഹക്കീം മകളെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ മുത്തം നൽകി. സന്തോഷത്തോടെ അവളെ സ്വീകരിച്ചു. ആദം ഹംദയെ തിരിച്ച് കൈകളിൽ ഒതുക്കി. കുശുംബേ. റോയ് ഷർവനെ ആ സ്നേഹം വിലങ്ങു വെച്ചു. അപ്പോഴാണ് ആദമിന്റെ കൈകളിലേക്ക് ഹംദ തളർന്നു വീണത്. വായിൽ ചോര നിറഞ്ഞു. ആ സന്തോഷിക്ക്, എനിക്കില്ലാത്ത ഭാഗ്യം മറ്റാർക്കും വേണ്ട. ഒരു ഭ്രാന്തിയെ പോലെ ഷർവ ചിരിച്ചു. റോയ് അറസ്തം. ആദം അലറി. മോളെ ഹംദ കണ്ണുറുക്ക്. ഹക്കീം വിളിച്ചുകൊണ്ടിരുന്നു. ആദം ഹംദയെ ആശുപത്രിയിൽ എത്തിച്ചു. ഹക്കീമും ആദവും നെഞ്ചുരുക്കി ഹംദക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദീർഘമേറിയ 2 മണിക്കൂർ കഴിഞ്ഞു. ഡോക്ടർ, എൻ്റെ വൈഫ്. പേടിക്കാനില്ല, ഔട്ട് ഓഫ് ഡേഞ്ചറാണ്. കൃത്യസമയത്ത് തന്നെ എത്തിച്ചുകൊണ്ട്. പേഷ്യന് റെസ്റ്റ് കൊടുക്കണം കേട്ടോ. നല്ല ഹെവി പോയിസൺ ആയിരുന്നു. ഒരു മിറാക്കിൾ സംഭവിച്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം നിസാനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അവർ ആശുപത്രിയിലേക്ക് എത്തിയപ്പോൾ കാണുന്നത് ഹക്കീം ഓറഞ്ച് തൊലി കളഞ്ഞു കൊടുക്കുന്നതാണ്. എന്നാലും നിനക്ക് എങ്ങനെ മനസ്സിലായതാ? എന്ത്? ഹംദ മോളെ കാണാനായതിനെ കുറിച്ച് എനിക്കങ്ങനെ തോന്നി. ഉമ്മാവന് വിശ്വാസം വരാത്ത പോലെ നോക്കി. ആദമിന്റെ ചിന്ത അപ്പോഴും അവർക്കിടയിലെ നിമിഷങ്ങളായിരുന്നു. അവൻ പുഞ്ചിരി തൂകി. മോളെ ഞാൻ കൊണ്ടുപോവാ, ഹക്കീം പറഞ്ഞു. അപ്പൊ ഞാൻ? ചാടിക്കയറി ആദം ചോദിച്ചു. അവിടെ കൂട്ടിച്ചിരി മുഴങ്ങി. ഹംദ അവനെ നോക്കി കളിയാക്കി. നിന്നെ വൈകാതെ കൈ കിട്ടും എന്നൊരു എക്സ്പ്രഷൻ ആദം ഇട്ടതും അവളുടെ ചിരി സ്വിച്ചിട്ട പോലെ നിന്നു. ഹംദയെ ഡിസ്ചാർജ് ചെയ്ത് ആദം വീട്ടിൽ കൊണ്ടുപോയി. ഞാൻ സൂപ്പ് ഉണ്ടാക്കാം, നീ മോൾ കൊണ്ടുപോയി കൊടുക്ക്. എല്ലാവരുടെയും പരിചരണത്തിൽ ഹംദ വേഗം സുഖപ്പെട്ടു. ഒരിക്കൽ നൂറ അവളെ കാണാൻ പോയി. എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? അകത്തേക്ക് കയറി വാ നൂറ, ഹംദ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നൂറ അവൾക്കരികിൽ വന്നിരുന്നു. റിയലി സോറി ആദി, ഞാൻ കഥകളിൽ കാണുന്ന പോലെയാണെന്ന് കരുതി ജീവിതം. അതെല്ലാം വെറും കെട്ടുകഥകളാണെന്ന് എനിക്ക് മനസ്സിലായി. മണ്ടത്തരം കാണിച്ചതിനും പറഞ്ഞതിനും സോറി കേട്ടോ. മോശം സോറി ഒന്നും വേണ്ട കേട്ടോ. ഹംദ നൂറയെ പുണർന്നു. ആദം വന്നപ്പോൾ കണ്ടത് ആലോചനകളിൽ മുഴുകിയിരിക്കുന്ന ഹംദയാണ്. ഉമ്മ, അവൾ നന്നായിട്ട് പേടിച്ചു കേട്ടോ. സോറി ആദി, സോറി കേട്ടോ, പേടിക്കണ്ട. അബദ്ധം മനസ്സിലാക്കിയ ആദം അവൾ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അവളൊന്നും മിണ്ടാതെ ഇരുന്നു. ഹംദക്ക് അറിയാമായിരുന്നു ഇന്ന് ഈ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണ് അവളെന്ന്. അല്ല മക്കളെ, ചെന്നേ, ഞാൻ എൻ്റെ ഭാര്യയെ വിജയകരമായി വളച്ചിരിക്കുന്നു. ഇനിയാണ് ഞങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നത്. പോയട്ടെ.